നമസ്കാരം, ഞാൻ ഉമേഷ് ചിരാശ്ശേരി. ലണ്ടൻ വാർത്തയുടെ ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ വാർത്താ ബുള്ളറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ മലയാളികൾ ക്രിസ്മസ് ആഘോഷലഹരിയിൽ. വീടുകളിലും പള്ളികളിലും ബ്രിട്ടീഷ് കമ്മ്യൂണിറ്റിയിലും ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വീണ്ടും ഒരു ക്രിസ്മസ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്കൊപ്പം UK മലയാളികളും ഒരുങ്ങിക്കഴിഞ്ഞു. പുൽക്കൂട്ടിൽ ഉണ്ണിയെ കാത്തിരിക്കുന്ന പള്ളികൾ. എന്നാൽ പെട്ടെന്ന് വന്ന കാലാവസ്ഥാ വ്യതിയാനം ഇത്തവണ കാറ്റും മഴയും നിറഞ്ഞൊരു ക്രിസ്മസിനെയാണ് UK മലയാളികൾക്ക് സമ്മാനിക്കുന്നത്. കനത്ത മഴ ഇടതടവില്ലാതെ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആളുകൾ ഷോപ്പിങ്ങിൻ്റെ തിരക്കിലാണ്. കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ക്രിസ്മസ് പ്ലോട്ടുകൾ പലയിടങ്ങളിലും സാധാരണമാണ്. പല ഷോപ്പിംഗ് സെൻ്ററുകളും ക്രിസ്മസ് ട്രീകളാലും സാന്തിയുടെ സാന്നിധ്യത്താലും കൂടുതൽ ചൈതന്യമേകി. റോയൽ മെയിലിൻ്റെ ക്രിസ്മസ് ക്രിബിനകത്തുള്ള മെയിൽ ബോക്സും സാന്തിയോട് ഒപ്പമിരുന്ന് ഫോട്ടോ എടുക്കുവാനുള്ള തിരക്കുമെല്ലാമാണ് പല ഷോപ്പിംഗ് സെൻ്ററുകളിലും കാണാൻ കഴിഞ്ഞത്. പല കൗൺസിലുകളുടെ ആഭിമുഖ്യത്തിലും ക്രിസ്മസ് ലൈറ്റനിങ് വരാനിരിക്കുന്ന ക്രിസ്മസിനുള്ള ആകാംക്ഷയേറെ. So here it is, Merry Christmas, everybody's having fun. സൂപ്പർ മാർക്കറ്റുകളിൽ ഭീമാകാരന്മാരായ ടെസ്കോ, ആസ്ഡ, മോറിസൺ, സെയിൻസ്ബറി തുടങ്ങിയ സൂപ്പർ മാർക്കറ്റ് സെൻ്ററുകളിൽ കാറുകളുടെ ഒരു നീണ്ട നിര തന്നെ കാണപ്പെട്ടു. മലയാളികൾക്ക് മത്സ്യം എന്നും പ്രിയപ്പെട്ടതാണ്. ഒരു സാധാരണ മലയാളിയുടെ ഇഷ്ടവിഭവമായ സാൽമൺ മത്സ്യം വിൽക്കാൻ പല സൂപ്പർ മാർക്കറ്റുകളും വിലക്കിഴിവുകൾ പ്രഖ്യാപിച്ചു. ടെസ്കോ 6 പൗണ്ടിന് സാൽമൺ വിറ്റപ്പോൾ മോറിസൺ 5 പൗണ്ടിനാണ് സാൽമൺ വിറ്റത്. എന്നാൽ ഇവരെ എല്ലാവരെയും കടത്തിവെട്ടി ആസ്ഡ 4 പൗണ്ടിന് സാൽമൺ വിറ്റതിനാൽ പല മലയാളി കുടുംബങ്ങളുടെയും ഫ്രീസറുകൾക്ക് ഇടമില്ലാതായി. മദ്യത്തിൻ്റെ വിൽപ്പനയിലും സൂപ്പർ മാർക്കറ്റുകൾ ഡിസ്കൗണ്ടുകൾ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ഏഷ്യാനെറ്റ് യൂറോപ്പ് ടാലൻറ്റ് കോൺടെസ്റ്റിൽ പാട്ട് മത്സരത്തിൽ തുടർച്ചയായി ഹാട്രിക് നേടിയതും ഡിവൈൻ യൂറോഫെസ്റ്റ് നടത്തിയ പാട്ട് മത്സരത്തിലും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ പ്രിയ ജോമോൻ UK മലയാളികൾക്ക് ഇപ്രകാരമാണ് ക്രിസ്മസ് സന്ദേശം നൽകിയത്. കുഞ്ഞിക്കവിളി മുത്തം നൽകും മാലാഖ പാടുന്നു. മഞ്ഞു പെയ്തിടും കുളിരും നരാവിലും മന്ദഹാസപ്പൂ വിടർത്തിയിടും നാമുഖം. മഞ്ഞു പെയ്തിടും കുളിരും നരാവിലും മന്ദഹാസപ്പൂ വിടർത്തിയിടും നാമുഖം. സ്വർഗവും ഭൂമിയും തമ്മിലൊന്നാകുന്നിതാ, വിശ്വത്തിൽ പാപങ്ങളേൽക്കുന്ന കുഞ്ഞാടിതാ. ബെത്ലഹേം കുന്നിൻ മടിയിൽ ജാതനായി പാർത്തലം തന്നിൽ വാഴും നാഥന്റെ കുഞ്ഞിക്കവിളി. അതോടൊപ്പം ഇംഗ്ലണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്രിസ്മസ് കരോളുകളും പുൽക്കൂടും ക്രിസ്മസ് ട്രീകളുമെല്ലാം തങ്ങളുടെ മക്കളെ അവരുടെ മാതാപിതാക്കളുടെ ബാല്യകാലത്തിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ അവരുടെ മാതാപിതാക്കളുടെ ക്രിസ്മസ് ഓർമ്മയിലേക്ക് കൊണ്ടുപോകുവാൻ സാധിച്ചു. Happy Christmas. My name is Emlyn and I decorated this Christmas tree all by myself this year, and I hope you like this one.
and now we're going to see my friends because they have a Christmas crib. And happy Christmas. This is my friends, Emmy, Angel and Kingley. ഇത് അവരുടെ പുലിക്കൂടാണിത്. പപ്പ അതിന് പുലിക്കൂടൊക്കെ ഉണ്ടാക്കുന്നത്. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണീശോ പിറന്നതിനെ അനുസ്മരിക്കുന്നതിനാണ് നമ്മൾ പുൽക്കൂട് വീട്ടിലുണ്ടാക്കുന്നത്. നമുക്ക് വീട്ടിൽ യേശുവിനെ വരവേൽക്കുന്നതിനുമായിട്ടാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഇംഗ്ലണ്ടിലെ മലയാളികളെ തങ്ങളുടെ കേരളത്തിൻ്റെ തങ്ങളുടെ ഉറ്റവരും ഒടിയവരും വസിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ക്രിസ്മസിൻ്റെ അലയൊലികൾ ഇംഗ്ലണ്ടിലെ മണ്ണിലും മലയാളിയുടെ സാന്നിധ്യം അരക്കെട്ടുറപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ ദിനങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. ലണ്ടൻ വാർത്തകൾക്ക് വേണ്ടി ഇംഗ്ലണ്ടിൻ്റെ സതേൺ പാർട്ടിൽ നിന്ന് ജിഷ ബിനോയ്. ബ്രിട്ടീഷ് മലയാളികളെ ഒരു കുടക്കീഴിൽ നിർത്താൻ വേണ്ടി തുടങ്ങിവെച്ച യുക്മയുടെ ഈ വർഷത്തെ പ്രസിഡന്റ് ശ്രീ വിജി KP ലൈനിലുണ്ട്. ഹലോ വിജി. ഹലോ ഉമേഷ്. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. തിരക്കാണെന്നറിയാം. യുക്മയുടെ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടികൾ എന്തൊക്കെയാണ്? ഈ ക്രിസ്മസ് ആഘോഷ വേളയിൽ എന്നെ നിങ്ങൾ വിളിച്ചതിൽ വളരെയേറെ നന്ദിയുണ്ട്. വളരെയേറെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ് നമ്മൾ എല്ലാ വർഷവും ദൈവപുത്രന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്നത്. ക്രിസ്തുമസായി ജാതിമത വ്യത്യാസമില്ലാതെ നാം എല്ലാവരും ആഘോഷിക്കുന്നു. അതിനുശേഷം നല്ല ഒരു പുതുവത്സരം നമുക്ക് ന്യൂ ഇയറിനോട് കൂടി കിട്ടുകയാണ്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് പോകാനായി എല്ലാ മേഖലകളിലും പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി കാത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും നല്ല ഒരു ക്രിസ്തുമസ് നവവത്സരം ആശംസിക്കുന്നതോടൊപ്പം യുഗ്മ കഴിഞ്ഞ വർഷം തുടക്കമിട്ട യുഗ്മ കലണ്ടർ ഈ വർഷവും എല്ലാവർക്കും എത്തത്തക്ക രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ കലണ്ടർ മറ്റ് കലണ്ടറിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് യുഗ്മയിൽ അംഗത്വം എടുത്തിട്ടുള്ള മുഴുവൻ സംഘടനകളുടെ പേരും അതുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രസിഡന്റുമാരുടെ ഭാരവാഹികളുടെ നമ്പറോ ഈ കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് UK-യുടെ ഒരു 75% ഭാഗത്തും പുതുതായി ഒരാൾ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഓരോ പ്രദേശത്തെയും കുറിച്ച് ആരുമായി ബന്ധപ്പെടണമെന്നുള്ള ആരെങ്കിലുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ആ നമ്പറിൽ വിളിച്ചാൽ അത് ഓരോ പ്രദേശത്തെയും പ്രധാനപ്പെട്ട ആളുകളുടെ നമ്പർ അതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തീയതി അറിയുവാനുള്ള ഒരു കലണ്ടറിനേക്കാൾ ഉപരിയായി ഇതൊരു UK-യിലെ മലയാളികൾക്ക് ഉപകാരപ്രദമായ ഒരു ഡയറക്ടറി ആയിട്ട് തന്നെ ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. അതിന്റെ കോപ്പികൾ കൈകളിലെത്താനുള്ള ക്രമീകരണം എല്ലാവരും തന്നെ ചെയ്യണം. സംഘടനകളും അതുപോലെ യുഗ്മയെ സ്നേഹിക്കുന്ന അഭ്യുദയകാംക്ഷികളും ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ക്രിസ്തുമസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി. ഓക്കെ, താങ്ക് യു വിജി. താങ്ക് യു സോ മച്ച്. ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചതിൽ താങ്ക് യു. താങ്ക് യു ഉമേഷ്.
യിലെ മലയാളികളുടെ കലാ, ഭാഷ, സാഹിത്യ അഭിരുചികളെ പരിപോഷിക്കാൻ തുടങ്ങിവെച്ച ഫോർമയുടെ പ്രസിഡന്റ് ശ്രീ അജിത് പാലയത്ത് ഇപ്പോൾ ലൈനിലുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. ഹലോ അജിത്, ഫോർമയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാവോ? ഹായ് ഉമേഷ്, താങ്ക്സ് ഫോർ കോളിംഗ്. ഫോർമ ഈ ക്രിസ്മസ് പുതുവത്സര വേളയിൽ UK മലയാളികളുടെ സാഹിത്യ അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കാനായി ഇംഗ്ലീഷിലും മലയാളത്തിലും സാഹിത്യ മത്സരങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും സർഗപരമായ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനായി ഫോർമ ഒരു മാസികയും തുടങ്ങുന്നുണ്ട്. വളരെയധികം സൃഷ്ടികൾ ഇതിനോടൊപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക്. ഈ സംരംഭങ്ങൾ UK മലയാളികൾക്കൊപ്പം ലോക മലയാളികളും ഒരുപോലെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. UK മലയാളികൾക്ക് വേണ്ടി നൂതന ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ് ഫോർമ എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഫെഡറേഷൻ ഓഫ് ബ്രിട്ടീഷ് മലയാളി അസോസിയേഷൻസ്. UK താമസിക്കുന്ന എല്ലാ മലയാളികൾക്കും അവരുടെ വരും തലമുറയ്ക്കും തങ്ങളുടെ കലാ, കായിക, സാഹിത്യ അഭിരുചി വളർത്താനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം. പിന്നെ ഓരോ സംഘടനയ്ക്കും അതിൻ്റേതായ ഒരു ശൈലിയുണ്ടല്ലോ. വേറിട്ട വഴികളിലൂടെയുള്ള പ്രയാണം, പ്രവർത്തനം, ആശയങ്ങൾ, ഭരണ സംവിധാനം ഇവയൊക്കെയാണ് ഫോർമയെ മറ്റ് സംഘടനയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് ഫോർമയെ മറ്റ് സമാന്തര സംഘടനയോട് താരതമ്യം ചെയ്യേണ്ടതുണ്ടോ എന്ന് തോന്നുന്നില്ല. ഫോർമ രൂപം കൊണ്ടിട്ട് 60 ദിവസം പോലും ആയിട്ടില്ല എന്ന് ഓർക്കുക. ഇതുവരെ 20ഓളം സംഘടനകളും ഒട്ടേറെ പ്രമുഖ വ്യക്തികളുമാണ് ഇതിൽ ചേർന്ന് കഴിഞ്ഞിട്ടുള്ളത്. കാരണം വേറൊന്നുമല്ല, ഫോർമയിൽ മതപരവും രാഷ്ട്രീയപരവുമായ അല്ലാത്ത എല്ലാ സംഘടനയ്ക്കും വ്യക്തികൾക്കും അംഗമാകാം. ഇവരുടെ കഴിവുകൾ ഏതുമായാലും അത് പുറത്തു കൊണ്ടുവരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഫോർമ ഇപ്പോൾ ചെയ്യുന്നത്. കേരളീയവും ഭാരതീയവുമായ സംസ്കാരങ്ങൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനും കലാ, കായിക മേളകളിലൂടെയും സാഹിത്യോത്സവങ്ങളിലൂടെയും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയും ഒരു ജനതയോടൊപ്പം ചേർന്ന് അവരെ മുന്നോട്ട് നയിക്കുക എന്നതാണ് ഇപ്പോൾ ഫോർമയുടെ ലക്ഷ്യം. ഈ ആഘോഷവേളയിൽ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? വീണ്ടും ഒരു ക്രിസ്മസ് വന്നെത്തിയിരിക്കുന്നു. ക്രിസ്മസിൻ്റെ നക്ഷത്രങ്ങളും പുൽക്കോടും അതിൽ പുഞ്ചിരി തൂയിക്കൊണ്ട് കിടക്കുന്ന ഉണ്ണിയേശു ഒക്കെ നമുക്ക് സുപരിചിതമാണ്. തിന്മയുടെ ഇരുട്ടിൽ ആണ്ടുപോയ ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ മനുഷ്യനായി അവതാരം ചെയ്ത ദൈവമായിരുന്നു ഉണ്ണിയേശു. അങ്ങനെ ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ക്രിസ്മസ്. ദൈവം സ്നേഹവാനാണ്. ദൈവത്തിന് നമ്മളോട് സ്നേഹമുള്ളതുപോലെ നമ്മളും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അന്യോന്യം സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ധനവും പ്രതാപവും അഹങ്കാരവും ഉള്ളിടത്തല്ല, സ്നേഹം ഉള്ളിടത്ത് എവിടെയോ അവിടെയാണ് ദൈവം ഇരിക്കുന്നത്. ഈ ക്രിസ്മസ് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. എല്ലാവർക്കും എൻ്റെയും ഫോർമയുടെയും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. താങ്ക് യു അജിത്. താങ്ക്സ് ഉമേഷ്. UK മലയാളികൾക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ്. മലയാളത്തിലെ പ്രശസ്തരായ ഗായകർക്കൊപ്പം UK ശ്രദ്ധേയരായ റെക്സ്, ദീപ സന്തോഷ് തുടങ്ങിയവർ ആലപിക്കുന്ന ക്രിസ്ത്യൻ മലയാളം ഡിവോഷണൽ സോങ് ഹോളി സ്പിരിറ്റ് റിലീസിങ്ങിന് തയ്യാറായി കഴിഞ്ഞു. ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച റോയ് കാഞ്ഞിരത്താനം ഇപ്പോൾ ലൈനിലുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കാം. ഹലോ റോയ്, കൺഗ്രാറ്റ്സ്. UK മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. ഇതിൽ പങ്കെടുക്കുന്ന പ്രശസ്തരായ ഗായകർ ആരൊക്കെയാണ്? താങ്ക് യു ഉമേഷ്. ഹോളി സ്പിരിറ്റ് മ്യൂസിക്കിന്റെ ബാനറിൽ നിർമ്മിച്ചിരിക്കുന്ന ഹോളി സ്പിരിറ്റ് എന്ന ഈ ആൽബം 23-ാം തീയതി തിങ്കളാഴ്ച UK-യിലെമ്പാടും റിലീസ് ചെയ്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഗാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ആൽബത്തിൽ വളരെയേറെ ഭക്തിയും അഭിഷേകവും നിറഞ്ഞ ഗാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി നീണ്ടകാലത്തെ ഒരു ചർച്ചയും തയ്യാറെടുപ്പും ഞങ്ങൾക്ക് ഇതിനാവശ്യമായി വന്നിട്ടുണ്ട്. ഈ ആൽബത്തിലെ പാട്ട് ആലപിച്ചിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്തരായ MG ശ്രീകുമാർ, എസ്റ്റർ, വിൽസൺ പിറവം, അതുപോലെ തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക ചന്ദ്രലേഖ, എലിസബത്ത് രാജു, ഇവരെ കൂടാതെ UK-യിൽ നിന്നും റെക്സ്, ദീപ സന്തോഷ്, അവരോടൊപ്പം തന്നെ അക്ഷിത സേവർ എന്ന കുട്ടിയും ഈ ആൽബത്തിന് വേണ്ടി പാട്ടുകൾ പാടിയിരിക്കുന്നു. ഉമേഷ്, രാജഹംസം എന്ന ഗാനം യൂട്യൂബിലൂടെ ഹിറ്റായി ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ ചന്ദ്രലേഖയും ഈ ആൽബവുമായി സഹകരിക്കുന്നുണ്ടെന്ന് കേട്ടു. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ശരിയാണ് ഉമേഷ്. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വളരെ പ്രശസ്തിയായി മാറിയ ചന്ദ്രലേഖ ഞങ്ങളുടെ ഹോളി സ്പിരിറ്റ് എന്ന ആൽബത്തിൽ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ സമയം എന്ന ഒരു ഗാനമാണ് അവർ ആലപിച്ചിരിക്കുന്നത്. ഈ ഗാനം പാടിക്കഴിഞ്ഞപ്പോൾ ഇത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണെന്നും അതുപോലെ ഈ ഗാനം അവർക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ചന്ദ്രലേഖ പറയുകയുണ്ടായി. 2-3 ഗാനങ്ങൾ ഇതിനു മുമ്പ് ചന്ദ്രലേഖ പാടിയിട്ടുണ്ടെങ്കിലും യൂറോപ്പിലുള്ള മലയാളികൾക്ക് വേണ്ടി ആദ്യമായി ചന്ദ്രലേഖ പാടുന്ന ഒരു ക്രിസ്തീയ ഭക്തിഗാനമാണിത്. അതുകൊണ്ട് തന്നെ MG ശ്രീകുമാറും ചന്ദ്രലേഖയും ഒരുമിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ഹോളി സ്പിരിറ്റ് ഉണ്ട്. ഉമേഷ്, റോയ്,
ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റ് അണിയറ പ്രവർത്തകർ ആരൊക്കെയാണ്? ഉമേഷ്, ഹോളി വിഷൻ മ്യൂസിക്കിന്റെ ബാനറിൽ എബിസൺ ജോസും ജെയ്മോൻ ചാക്കോയും ചേർന്നാണ് ഈ ആൽബം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിലെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജോജി കോട്ടയം എന്ന സംഗീതജ്ഞനാണ്. അദ്ദേഹം കർണാടക സംഗീതത്തിൽ അതീവ പ്രാവീണ്യമുള്ള ഒരു സംഗീതജ്ഞൻ കൂടിയാണ് ജോജി. ഞാനും ജോജിയും ചേർന്നൊരുക്കുന്ന രണ്ടാമത്തെ ആൽബമാണ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് എന്ന ഗാനത്തിൽ ഈ ആൽബത്തിൽ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്തരായ ഫാദർ ഷാജി തുമ്പേച്ചിറയും അതുപോലെ തന്നെ ബേബി ജോൺ കളയന്താനിയും ചേർന്നാണ്. ഷാജിയത്തിലും ബേബി ജോണും ഞാനും ആദ്യമായിട്ട് ഒരു ആൽബത്തിന് വേണ്ടി ഒരുമിച്ച് പാടുന്ന പ്രത്യേകതയും ഈ ആൽബത്തിനുണ്ട്. ഉമേഷ്, താങ്ക് യു റോയ്. Once again, congrats to all of you and happy Christmas and New Year. Thank you. ഇതോടെ ക്രിസ്മസിനോടനുബന്ധിച്ച സ്പെഷ്യൽ വാർത്താ ബുള്ളറ്റിൻ തീർന്നു. ഒരിക്കൽ കൂടി എല്ലാ മലയാളികൾക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ.